എന്റെ സൗകര്യം മുണ്ടക്കായിട്ട് കൊണ്ടുപോകും. ഞാൻ മന്ത്രി പാവപ്പെട്ട ജീവിതം പോകുന്നല്ലോ. ഞാൻ ചോദിക്കാം അതെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. എനിക്കൊരു മെഗാ സീരിയൽ അഭിനയിക്കാനുള്ള അവസരം കിട്ടി. അതിന്റെ ഡയലോഗ് വേണമെന്ന് പഠിപ്പിക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഉടക്കല്ല, ഒറിജിനാലിറ്റി കാണിക്കാൻ പറഞ്ഞതിന്റെ പരിണിത ഫലമാണ് ഇപ്പൊ കണ്ടത്. മണിയാ, എനിക്ക് അറിയാൻ പറ്റാത്തോണ്ട് ചോദിക്കുകയാണ്, എന്താ നിനക്ക് എവിടുത്തെ പെട്ടെന്ന് ഇത്ര ആവേശം വന്നത്? നീ പെട്ടെന്ന് നിങ്ങൾ കഥാപാത്രമായ? അങ്ങനെയല്ല, മുമ്പ് നിൽക്കുന്ന ആശാനാണെന്ന് കണ്ടപ്പോഴേ നിങ്ങൾ എനിക്ക് തരാനുള്ള പൈസയും നിങ്ങൾ ഇതുവരെ എന്നിൽ കാണിച്ചിട്ടുള്ള ദ്രോഹം എല്ലാം കൂടെ അങ്ങോട്ട് മനസ്സിൽ ആലോചിച്ചപ്പോൾ എവിടെ നിന്നോ എനിക്കൊരു ശക്തി വന്ന് പെട്ടെന്ന് ഞാൻ മുണ്ടക്കായത്തെ ജോണിക്കുട്ടി എന്നും പറഞ്ഞോണ്ട് ജോണിക്കുട്ടിയാ എന്റെ സഹോദരിയെ തോരൻ പരിപ്പുമായിട്ട് കൊണ്ടുപോയല്ലേ. അഭിനയം അങ്ങനെയുണ്ട്. ജീവൻ പോയെന്ന് അല്ലേ, ഇതിപ്പോ അഭിനയിച്ചതാണോ? സീരിയലിന് വേണ്ടി ഞാൻ വിചാരിച്ചൊരു രാഷ്ട്രീയ കൊലപാതകം തന്നെ ആയിക്കളയാന്ന്. പുട്ടടിക്കാന്ന് വിചാരിച്ച് ആരെങ്കിലും രക്തസാക്ഷിയാകുമെന്ന് വിചാരിച്ചു. അതല്ലേ? അല്ലേ നേതാവേ, ആരെയാണ് രക്തസാക്ഷി ആവുമെന്ന് ഉദ്ദേശിച്ചത്? അല്ല, ഇത് ആരായാലും രക്തസാക്ഷി ആയി കഴിഞ്ഞാൽ കുറച്ച് പുട്ടടിക്കാമല്ലോ എന്ന് കരുതി അഭിനയിക്കാൻ നടക്കുന്നു. ഇവിടെ ബാലക്കാരെ കൊണ്ട് വല്ലവരും അഭിനയം പഠിപ്പിക്കുവാടാ. അഭിനയിക്കാൻ നല്ല ഒന്നാം തരം രാഷ്ട്രീയക്കാർ ഇവിടെ ഇല്ലേ? രാഷ്ട്രീയക്കാർ എത്രയോ നന്നായിട്ട് അഭിനയിക്കുന്നു. എടാ, സത്യം പറഞ്ഞാൽ ഒരു അവാർഡ് കൊടുക്കണമെങ്കിൽ സിനിമാക്കാരെക്കാൾ ഏറെ കൊടുക്കേണ്ടത് രാഷ്ട്രീയക്കാർക്കാണ്. അങ്ങനെ അവാർഡ് കൊടുത്തിരുന്നെങ്കിൽ ഒന്നോ രണ്ടോ രാഷ്ട്രീയ കുടുംബങ്ങളിൽ ഇരുന്നേനെ ഈ അവാർഡ് മുഴുവൻ. കറക്റ്റ്. ഏറ്റവും നല്ല നടൻ, ഏറ്റവും നല്ല സഹനടി, ഏറ്റവും നല്ല സഹനടൻ എല്ലാം ചില കുടുംബക്കാർ കൊണ്ടുപോയത്. ഈ പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം എന്തുവാ? പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡയലോഗാണ്. അതല്ലെന്ന് സീരിയലിലെ ഡയലോഗ്. ഇതാണ് പ്രശ്നം. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. കണ്ടോടാ കട്ടപ്പന മോളിക്കുട്ടി നിനക്കെന്ന പേഴ്സണൽ സെക്രട്ടറി സ്ഥാനത്തിന്റെ മഹത്വം. കണ്ടോടാ എന്തോന്ന്? ആരുടെ? കട്ടപ്പന മേടിച്ചുകൊണ്ടുള്ള പേഴ്സ് കണ്ടോടാ. അയ്യോ, ഇത് അടക്കുന്നത് അതല്ലെന്ന്. ഇതാരും കൊണ്ടുപോയതല്ല, ഇതാണ് ആ സീരിയലിലെ ഡയലോഗ് എന്ന്. ഇതാണ് പറഞ്ഞോണ്ടിരുന്നത്. കട്ടപ്പന മോളിക്കുട്ടി. ഞാൻ പറഞ്ഞുതരാം. കണ്ടോടാ കട്ടപ്പന മോളിക്കുട്ടി നിനക്ക് തന്ന പേഴ്സണൽ സെക്രട്ടറി സ്ഥാനത്തിന്റെ മഹത്വം. എന്നിട്ടും കണ്ടോടാ, നോയിക്കോ, കണ്ടോ? നീ കണ്ടു പഠിച്ചോളൂ, അഭിനയം എന്താണെന്ന് കണ്ടു പഠിച്ചോളൂ. കണ്ടോ കണ്ടോ. റെഡി, ആക്ഷൻ. പ്രിയമുള്ളവരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കുകയാണ്, കട്ടപ്പന എന്ന നിയോജക മണ്ഡലത്തിൽ എന്റെ സ്ഥാനാർത്ഥി, വനിതാ സ്ഥാനാർത്ഥിയെ മോളി, കട്ടപ്പന മോളിയെ വളരെ പൈശാചികമായി മൃഗീയമായി പീഡിപ്പിച്ച ആ പേഴ്സണൽ സെക്രട്ടറിയും തൽപര കക്ഷികളും ഉടനെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ആയിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്ന വഴിയെ എതിരെ വരുന്നു 47 NH47ന്റെ മുന്നിലൂടെ ഞങ്ങൾ വിരിവാറ് കാണിച്ചു. ഏത് 47 ആയാലും 47 ആണോ? ഞാൻ പറഞ്ഞോട്ടെ, കണ്ടുപടിയടാ, കണ്ടുപടി, ഡയലോഗ് കണ്ടുപടി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, വളരെ പൈശാചികമായും മൃഗീയമായും പീഡിപ്പിച്ച ഈ മോളിക്കുട്ടി എന്ന വനിതയെ ഈ പേഴ്സണൽ സെക്രട്ടറി മർദ്ദിച്ചതിനെതിരെ, പീഡിപ്പിച്ചതിനെതിരെ ഞങ്ങൾ ഇവിടെ ആഹ്വാനം ചെയ്തിരിക്കുന്ന ഈ ബന്ദ് മുഖ്യമന്ത്രി ഉടനെ രാജിവെക്കുക. തൽപര കക്ഷികളും പ്രധാനമന്ത്രി അടക്കമുള്ളവർ രാജിവെക്കുക. എല്ലാവരും കംപ്ലീറ്റ് വരെ ഇവിടുന്ന് ഒഴിഞ്ഞു പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ആവേശം നിർത്ത്. പറഞ്ഞു. എന്തുവാ? വരുന്നു. ആര്? നോക്ക്.